അധ്യാപക സമരത്തിന്റെ ആശങ്കയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം തിങ്കളാഴ്ച മുതൽ മലപ്പുറത്ത്. വിട്ടുനിൽക്കുന്ന സംഘടനകൾക്ക് പകരം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ബദൽ സംവിധാനം ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നും വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുൾ റബ്ബ്. 150ാം ജന്മദിനാഘോഷവേളയിൽ രാജ്യം വിവേകാനന്ദ സ്മരണയിൽ. പുലിക്കല്ലൂരും ചെർപ്പളശ്ശേരിയിലും ശ്രീസുഹൃത്തും മണ്ണാർക്കാടും ശോഭായാത്രകൾ നടന്നു. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭൂസമരം 2ാം ദിനത്തിലും കുടിൽകെട്ടി സമരം തുടരുന്നു. CPM അമ്പലപ്പാറയിൽ സമരം നടത്തുന്ന ഭൂമി സർക്കാർ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ ഇടതു സംഘടനകൾ നടത്തുന്ന സമരം കാടത്തപരമെന്ന് മുൻ MP VS വിജയരാഘവൻ. ഒരു മതത്തിനും എതിരായിട്ടല്ല ഹിന്ദു ഐക്യം എന്ന മുദ്രാവാക്യമുയർത്തുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല. വാർത്തകൾ വിശദമായി. 53ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിങ്കളാഴ്ച മലപ്പുറത്ത് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുൾ റബ്ബ് പറഞ്ഞു. തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. കലോത്സവം ഡെൻസിറ്റി ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. അൻപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി 14 മുതൽ 20 വരെയാണ് മലപ്പുറത്ത് നടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 9:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ ഷാജഹാൻ പതാക ഉയർത്തും. 10 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 2:30 കോട്ടപ്പാടി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയ്ക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ട് സേതുരാമൻ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. നിശ്ചല ദൃശ്യങ്ങളും വിവിധ കലാരൂപങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കും. ഘോഷയാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി.കെ. അബ്ദുൾ റബ്ബ് അധ്യക്ഷത വഹിക്കും. വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. കേന്ദ്രമന്ത്രി ഇ. അഹമ്മദ് വിശിഷ്ടാതിഥിയായിരിക്കും. ഘോഷയാത്രാ വിജയികൾക്ക് ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യടൻ മുഹമ്മദ് സമ്മാനദാനം നിർവഹിക്കും. ജില്ലയിലെ മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. പുതുക്കിയ മാനുവൽ പ്രകാരമാണ് ഈ വർഷം കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത്. ഈ വർഷം പുതുതായി 14 ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായി ചേർത്ത 14 ഇനങ്ങൾ ഉൾപ്പെടെ 232 ഇനങ്ങളിലായി ഏകദേശം 12,000-ഓളം കലാപ്രതിഭകൾ മലപ്പുറത്തെ കലാമേളയിൽ പങ്കെടുക്കും. സാംസ്കാരിക പരിപാടിക്കും പ്രദർശനത്തിനും ഉൾപ്പെടെ 18 വേദികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുൾ റബ്ബ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫലങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ 17 വേദികളും മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലൂടെ ഓൺലൈനാക്കിയ ആദ്യ സംസ്ഥാനം എന്ന ബഹുമതിയും കേരളത്തിന് ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ മുതൽ അവസാനത്തെ ഫലപ്രഖ്യാപനം വരെയുള്ള കാര്യങ്ങൾ ICH സ്കൂളിന്റെ സഹായത്തോടുകൂടി കംപ്ലീറ്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഈ വർഷം അതിലും ഉപരിയായി ഈ എല്ലാ വേദികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈഫൈ സിസ്റ്റം ഏർപ്പെടുത്തി എല്ലാവർക്കും റിസൾട്ടുകൾ അതാത് സമയത്ത് തന്നെ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ മേളകൾ ഓൺലൈനായും അതുപോലെ ഇപ്പോൾ ഈ പുതിയ സിസ്റ്റം ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 20-ന് സമാപന ദിവസം 2 വേദികളിൽ മാത്രമായിരിക്കും മത്സരം നടക്കുക. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാം അമ്പാട് പതാക കൈമാറുന്നതോടെ കലോത്സവത്തിന് വിരാമമാകും. കലോത്സവം വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ MLA-മാരായ P. ഉബൈദുള്ള, അബ്ദുറഹ്മാൻ അണ്ടത്താണി, മുഹമ്മദ് ഉണ്ണി ഹാജി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ ഷാജഹാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാം അമ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. തിങ്കളാഴ്ച മുതൽ മലപ്പുറത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സംഘടനകൾക്ക് പകരം ആരെയും ആ സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുൾ റബ്ബ് പറഞ്ഞു. ബദൽ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിട്ടുനിൽക്കുന്ന സംഘടനകളുടെ സഹകരണം വേണമെന്നതാണ് സർക്കാരിന്റെ സമീപനമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. വിട്ടുനിൽക്കുന്ന അധ്യാപകർക്ക് പകരം ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അവർ കൂടി പങ്കെടുക്കണം, അവർ കൂടി സഹകരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അവർ സമരരംഗത്താണെങ്കിലും അവർ സഹകരിക്കില്ല എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അവരെ സഹകരിപ്പിക്കരുത് എന്നോ അല്ലെങ്കിൽ അവരുടെ സഹകരണം വേണ്ട എന്നോ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർക്ക് വരാവുന്നതും സഹകരിക്കാവുന്നതുമാണ്. എന്നാൽ അവർക്ക് കൊടുത്തിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അവരെ ആരും ഒഴിവാക്കിയിട്ടില്ല. അതെ, അവർക്ക് പകരമായി ആരെയും തെരഞ്ഞെടുത്തിട്ടുമില്ല.
കാര്യങ്ങൾ ഓരോ കമ്മിറ്റിയുടെയും കാര്യങ്ങൾ, സമരത്തിൽ പങ്കെടുക്കുന്ന അധ്യാപക സംഘടനകൾ വഹിച്ചിരുന്ന കാര്യങ്ങൾ വഹിക്കാൻ വേണ്ടിയുള്ള ബദൽ സംവിധാനങ്ങൾ ആ കമ്മിറ്റിയിൽ തന്നെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഏർപ്പെടുത്തും. ഈ 20 കമ്മിറ്റികളിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തെയോ നമ്മൾ മാറ്റിയിട്ടില്ല, മാറ്റുന്ന പ്രശ്നവുമില്ല. ബദൽ സംവിധാനങ്ങൾ സഹകരിക്കാത്തവർക്ക് പകരം ആളുകളെ വെച്ചുകൊണ്ട് ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. സമരത്തിലുള്ളത് അധ്യാപക സംഘടനകളാണ്, MLA-മാരല്ല. MLA-മാര് സഹകരിക്കുന്നില്ല, അവർ മാറ്റണമെന്നൊരു പ്രശ്നമേ വരുന്നില്ല. ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. CPM-ന്റെ നേതൃത്വത്തിൽ ഭൂസംരക്ഷണ സമിതി നടത്തുന്ന ഭൂസമരത്തിന്റെ ഭാഗമായി ചളവറ ചെമ്പരത്തിമാട് മലയിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചു. CPM ചെർപ്പളശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു 2ാം ദിനത്തിലെ സമരം. ചളവറ വില്ലേജിൽപ്പെട്ട ചെമ്പരത്തിമാട് മലയിലെ മാധവ ഫാർമസിയുടെ 105 ഏക്കർ സ്ഥലത്താണ് CPM-ന്റെ നേതൃത്വത്തിൽ ഭൂസംരക്ഷണ സമരം നടക്കുന്നത്. ആദ്യ ദിനത്തിൽ കൊടിനാട്ടി അവകാശം സ്ഥാപിച്ച ഭൂസംരക്ഷണ സമിതി 2ാം ദിനത്തിൽ കുടിൽകെട്ടി സമരം രൂക്ഷമാക്കിയിരിക്കുകയാണ്. CPM ചെർപ്പശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭകരാണ് ചെമ്പരത്തിമാട് മലയിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചിരിക്കുന്നത്. CPM ചെർപ്പശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു 2ാം ദിന സമരം. സമരത്തിന്റെ മുന്നോടിയായി നടന്ന വിശദീകരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. കെ ബാലകൃഷ്ണൻ, C രാഘവൻ, VP ഗോപി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന 105 ഏക്കർ സ്ഥലം ഭൂമിയില്ലാത്ത പാവങ്ങൾക്ക് ഉടൻ വിതരണം ചെയ്യണമെന്ന് 2ാം ദിനത്തിൽ സമരത്തിന് നേതൃത്വം നൽകിയ കെ നന്ദകുമാർ പറഞ്ഞു. 105 ഏക്കർ വരുന്ന മിച്ചഭൂമിയിലേക്കാണ് ഇന്ന് വളണ്ടിയർമാർ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 105 ഏക്കറയാണ് ഒരു വ്യക്തിയുടെ പേരിൽ നിക്ഷിപ്തമാണ് എന്ന് അവർ അവകാശപ്പെടുന്നത്. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്നത് 15 ഏക്കർ ഭൂമി മാത്രമാണ്. ബാക്കിയുള്ള ഭൂമി ഗവൺമെന്റിൽ നിക്ഷിപ്തമാവണം എന്നതാണ് നിയമം. എന്നാൽ ഈ നിയമത്തെ അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഭൂ ഉടമ ഈ സ്ഥലം അത്രയും കൈവശം വെച്ചിരിക്കുന്നത്. ഇത് ഔഷധത്തോട്ടം ആണ് എന്ന മറവിലാണ് ഇപ്പോൾ ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ ഇവിടെ എവിടെയും പ്രത്യേക തരത്തിലുള്ള ഒരു ഔഷധവും നട്ടു വളർത്തുന്നില്ല. അപ്പോൾ ഇത് നഗ്നമായ ഭൂ നിയമത്തിന്റെ ലംഘനമാണ്. സമരത്തിന്റെ 3ാം ദിനത്തിൽ ചളവറയിൽ നിന്നുള്ള പ്രവർത്തകർ കുടിൽകെട്ടി സമരം നടത്തും. അമ്പലപ്പാറയിൽ CPM-ന്റെ നേതൃത്വത്തിൽ ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരഭൂമിയെ ചൊല്ലി വിവാദം. UDF സർക്കാർ ഭൂരഹിതർക്ക് പതിച്ചു നൽകാൻ തീരുമാനിച്ച സ്ഥലത്താണ് CPM സമരം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചെറുമുണ്ടശ്ശേരിയിൽ ഭൂസംരക്ഷണ സമിതി സമരം നടത്തുന്ന ഭൂമി ഭൂരഹിതർക്ക് പതിച്ചു നൽകാൻ തീരുമാനിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഭൂരഹിതർക്ക് പതിച്ചു നൽകാൻ തീരുമാനിച്ചതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 3.25 ഏക്കറോളം വരുന്ന സ്ഥലം 135 പേർക്ക് പതിച്ചു കൊടുക്കുമെന്നും ഇതിന്റെ രേഖകൾ വില്ലേജ് ഓഫീസിലുണ്ടെന്നും ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മനോജ് സ്റ്റീഫൻ പറഞ്ഞു. ഒറ്റപ്പാലത്തെ CPM-ന്റെ നേതൃത്വത്തിൽ അമ്പലപ്പാറയിലെ ചെറുമുണ്ടശ്ശേരി നടത്തുന്ന സമരം നടത്തുന്ന ഭൂമി ഇപ്പോൾ നിലവിൽ സർക്കാർ പതിച്ചിറക്കിയ ഭൂമിയാണ്. ഏകദേശം 3 ഏക്കറിലധികം വരുന്ന ഈ സ്ഥലം 135ഓളം പേർക്ക് പതിച്ചു കൊടുത്തതിന്റെ വ്യക്തമായ രേഖ ചെറുമുണ്ടശ്ശേരി വില്ലേജ് ഓഫീസിലെത്തുന്നുണ്ട്. ഈ രേഖകളും അതുപോലെ തന്നെ മുമ്പ് ഈ ഭൂമിക്ക് വേണ്ടി മിശ്രഭൂമിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള ഒരു ലിസ്റ്റും ഇന്റർനെറ്റിന്റെ കരസ്ഥമാക്കി ഇവർക്ക് മുൻകൂട്ടി കത്തയച്ചുകൊണ്ട് ഇവർക്ക് ഭൂമി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഈ ഭൂമി അനുവദിച്ചവരുൾപ്പെടെയുള്ളവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഒക്കെ സംഘടിപ്പിച്ചാണ് ഇപ്പോഴും സമരം നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഭരണം നടത്തിയിട്ട് 1 ഇഞ്ച് പോലും ഭൂമി ആർക്കും നൽകാത്തവർ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ വന്നതിന് ശേഷം 2 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മിച്ചഭൂമി നൽകാനുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ ഭാഗമായി ഓരോ വില്ലേജ് ഹൗസിന് കീഴിലുള്ള 100-അധികം പേർക്ക് ഇപ്പോൾ മിച്ചഭൂമി അനുവദിച്ച് ഉത്തരവായിരിക്കുകയാണ്. ഈ സമയത്ത് ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എട്ടുകാലി മമ്മുഞ്ഞാവാൻ ശ്രമിക്കുകയാണ് CPM നേതൃത്വം. പതിച്ചു നൽകാൻ നിശ്ചയിച്ച സ്ഥലത്ത് സമരം നടത്തി പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയാണെന്നും മനോജ് സ്റ്റീഫൻ ആരോപിച്ചു. പതിച്ചു കൊടുത്തവരുടെ ലിസ്റ്റ് എടുത്ത് ഇവരെ വിളിച്ചു വരുത്തിയാണ് CPM സമരം നടത്തുന്നത്. ഭരണത്തിലിരുന്ന 5 വർഷം ഭൂമി പതിച്ചു നൽകാതെ UDF സർക്കാർ കൊണ്ടുവരുന്ന നേട്ടം കരസ്ഥമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഭൂസമരത്തിന്റെ ഭാഗമായി നടക്കുന്ന കുടിൽകെട്ടി സമരം മണ്ണാർക്കാട് 3ാം ദിവസത്തിലേക്ക് കടക്കുന്നു. സമരസമിതി ചെയർമാൻ KS സുദർശനകുമാറിന്റെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച സമരം നടന്നത്. മുഖ്യമന്ത്രിയുമായി സമരനേതാക്കൾ നടത്തുന്ന ചർച്ചയിൽ സമരത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിലേക്ക് പ്രവേശിക്കുമെന്ന് സമരസമിതി ചെയർമാൻ KS സുദർശനകുമാർ പറഞ്ഞു. ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ച സമരത്തിന്റെ മണ്ണാർക്കാട് ഏരിയയിലെ 2ാം ദിവസത്തെ സമരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.
അലനല്ലൂർ എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റിയിലെ സമര വളണ്ടിയർമാരാണ് ഇന്ന് ഈ മുച്ചഭൂമിയിൽ പ്രവേശിച്ച് കുടിൽ കെട്ടി സമരം ആരംഭിച്ചിട്ടുള്ളത്. ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭൂമി വിതരണം ചെയ്യാനാവശ്യമായ നടപടികൾ കേരള സർക്കാർ സ്വീകരിക്കുന്നതുവരെ ഈ സമരം തുടർച്ചയായി നടത്താനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അനുകൂലമായ നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ 20-ാം തീയതിക്ക് ശേഷം 21-ാം തീയതി വരെ എല്ലാ പഞ്ചായത്തുകളിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മിച്ചഭൂമിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ കുടിൽ കെട്ടി ഇതുപോലുള്ള സമരം തുടർച്ചയായി സംഘടിപ്പിക്കുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം M. ഉണ്ണീൻ സമരം ഉദ്ഘാടനം ചെയ്തു. ടോമി തോമസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി M. ചന്ദ്രശേഖരൻ, PG ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് അരകുറിശ്ശിയിലുള്ള പുറമ്പോക്ക് ഭൂമിയിലാണ് കർഷക തൊഴിലാളി യൂണിയൻ സമരം നടത്തുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ ഇടതു സംഘടനകൾ നടത്തുന്ന സമരം കാടത്തപരമാണെന്ന് മുൻ MP VS വിജയരാഘവൻ പറഞ്ഞു. മണ്ണാർക്കാട് നടക്കുന്ന KPSTU പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VS വിജയരാഘവൻ. മണ്ണാർക്കാട് GMUP സ്കൂളിലാണ് KPSTU പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം നടക്കുന്നത്. വെള്ളിയാഴ്ച ഗുരുവന്ദനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ശനിയാഴ്ച രാവിലെ നഗരത്തിൽ അധ്യാപക പ്രകടനം നടന്നു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ റവന്യൂ ജില്ലാ പ്രസിഡന്റ് V. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി B. സുനിൽകുമാർ, സംസ്ഥാന പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. അഹമ്മദ് അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വനിതാ സമ്മേളനം വനിതാ കമ്മീഷൻ അംഗം KV തുളസിയും സുഹൃത്ത് സമ്മേളനം N. ഷംസുദ്ദീൻ MLA യും ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച സമ്മേളനം സമാപിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 നടക്കുന്ന പ്രതിനിധി സമ്മേളനം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു. അതും ഇപ്പോൾ സർക്കാർ ജോലിയുള്ള ഒരു കുട്ടിക്കും ബാധിക്കില്ല. അടുത്ത് വരാൻ പോകുന്ന ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്നവർക്ക് വരുന്നൊരു സംഗതിയാണ്. ഞാനും ഇവിടെ പലവരും ഹരിഗോവിന്ദനൊരു സഹകരണ സംഘത്തിൻ്റെ ആളാണ്. ഞാൻ അവിടെയും പങ്കാളിത്ത പെൻഷനാണ്. അപ്പം അത് നാട്ടിൽ മുഴുവൻ നടക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞ് ഒരു സമരമാണ് നടത്തുന്നത്. അതിനോട് അവരുടെ അംഗങ്ങൾ പോലും യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് സർക്കാരിൽ ഉള്ള ഹാജർ പരിശോധിച്ചാൽ കാണാം ഒരു വസ്തു. പക്ഷെ ആ സമരം നടത്തുന്ന രീതിയാണെങ്കിലോ വളരെ ഹീനമായ കാടത്തം പിടിച്ച മനുഷ്യത്വരഹിതമായ ഒരു സമരത്തിനും ഒരു മതത്തിനും എതിരായിട്ടല്ല ഹിന്ദു ഐക്യം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല പറഞ്ഞു. മാങ്ങോട് സെന്ററിൽ നടന്ന സാമൂഹ്യനീതി സംഗമവും സമാദരണ സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്ത് പാരമ്പര്യമുള്ള മതേതരത്വം നിലനിൽക്കണം. ഒരു മതത്തിനും എതിരായിട്ടല്ല ഹിന്ദു ഐക്യം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നതെന്നും KP ശശികല പറഞ്ഞു. ഇവർക്കാർക്കും എതിരായല്ല ഹിന്ദു ഐക്യം എന്ന മുദ്രാവാക്യം നമ്മളെല്ലാം മുഴക്കുന്നത്. മറിച്ച് ഈ നാടിന്റെ പാരമ്പര്യമായ മതേതരത്വം അത് യഥാർത്ഥത്തിൽ പുലരുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് നമ്മൾ ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഒരുമിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മാങ്കോട് സെന്ററിൽ നടന്ന സാമൂഹ്യനീതി സംഗമത്തിലും സമാദരണത്തിലും ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കഥകളിയിലെ അണിയറ ശില്പി മാങ്കോട് അപ്പുണ്ണിത്തരങ്ങിനെ ചടങ്ങിൽ ആദരിച്ചു. ഹിന്ദു ഐക്യവേദി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K. ഹരീന്ദ്രകുമാർ, ജനറൽ സെക്രട്ടറി PN ശ്രീരാമൻ, താലൂക്ക് പ്രസിഡന്റ് M. ഹരിദാസ്, വിവിധ സമുദായ നേതാക്കളായ M. ഹരിദാസ്, രാവുണ്ണിക്കുട്ടി, MA ബാലസുബ്രഹ്മണ്യൻ, K. കുഞ്ഞുകുട്ടൻ, O. നാരായണൻ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. 150-ാം ജന്മദിനാഘോഷവേളയിൽ രാജ്യം വിവേകാനന്ദ സ്മരണയിൽ. യുവത്വത്തിന്റെ പ്രതീകമായി വിശേഷിക്കപ്പെട്ട സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവേകാനന്ദ ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി. ശ്രീകൃഷ്ണപുരത്ത് നടന്ന ശോഭായാത്ര ആഘോഷ സമിതി ചെയർമാൻ C. രാമകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീകൃഷ്ണപുരം വ്യാസവിദ്യാ നികേതനിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര സൊസൈറ്റി ജംഗ്ഷനിലെത്തി മടങ്ങി. 150-ാം ജന്മദിനത്തിന്റെ ഭാഗമായി 150 വിവേകാനന്ദ വേഷധാരികൾ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി.
ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ വിവേകാനന്ദ സ്വാധ്യായ സമിതി താലൂക്ക് സംയോജകൻ കെ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കെ ഹരീന്ദ്രകുമാർ, പി ഗോപിനാഥ്, BR വിനോദ് കുമാർ, S രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുലിക്കല്ലൂർ പഞ്ചായത്ത് വിവേകാനന്ദ സ്വാധ്യായ സമിതിയും മുളയങ്കാവ് സരസ്വതി വിദ്യാനികേതനും സംയുക്തമായി വന്ദേ വിവേകാനന്ദം എന്ന പേരിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കുലിക്കല്ലൂർ സെന്ററിൽ നിന്ന് തുടങ്ങിയ ശോഭായാത്ര സരസ്വതി വിദ്യാനികേതൻ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിചാരകേന്ദ്രം ജില്ലാ സംയോജകൻ P ശിവകുമാർ, PR ഉണ്ണി, ഗോപാലകൃഷ്ണൻ, C പ്രസാദ്, ഗോപകുമാർ, PP രമേശ്, ശബരിനാഥ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ചെർപ്പളശ്ശേരിയിലും ശോഭായാത്രയും പൊതുസമ്മേളനവും നടന്നു. ചെർപ്പളശ്ശേരി പുത്തനാനിക്കൽ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ശോഭായാത്രയിൽ വിവേകാനന്ദ വേഷം ധരിച്ച കുട്ടികൾ പങ്കാളികളായി. ശോഭായാത്രയ്ക്ക് ശേഷം ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം ഇന്ത്യന്നൂർ ഗോപി ഉദ്ഘാടനം ചെയ്തു. P ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. P ജയൻ, MV നരേന്ദ്രൻ, KR രാജേഷ്, KM ശ്രീധരൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ രാജൻ, ശ്രീകുമാർ, VT ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ പോലും ഇല്ലാതായേക്കാവുന്ന ആശങ്കപ്പെടേണ്ട അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് സർവീസ് പെൻഷനിസ്റ്റ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രാജൻ പറഞ്ഞു. യൂണിയന്റെ ഒറ്റപ്പാലം യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരും അധ്യാപകരും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തോട് ചേർന്ന് പ്രവർത്തിക്കണം. നാളെ നമ്മുടെ പെൻഷനും ലഭിക്കാത്ത അവസ്ഥ വരും. സമരങ്ങളിലൂടെ മാത്രമേ ഇത്തരം സാഹചര്യങ്ങൾ നേരിടാനാകൂ എന്നും V രാജൻ പറഞ്ഞു. യാത്രാക്കൂലിയും പാചകവാതക വിലയും ഉൾപ്പെടെ വരും വർഷങ്ങളിലുണ്ടാകുന്ന വർധന ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത് പ്രതീക്ഷിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് A പ്രഭാകരൻ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി V ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് C രാമകൃഷ്ണൻ, K സുന്ദരേശൻ, G രാമചന്ദ്രൻ, KK ചിത്രഭാനു, T മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ മേഖലയിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും നിലവാരവും ഉറപ്പുവരുത്തി ഈ മേഖലയെ സംരക്ഷിക്കണമെന്ന് CWSA പാലക്കാട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി A വേണുഗോപാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വെച്ചാണ് CWSA ജില്ലാ കൺവെൻഷൻ നടന്നത്. ജില്ലാ പ്രസിഡന്റ് TK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ലെൻസ്ഫെഡ് മുൻ സംസ്ഥാന പ്രസിഡന്റ് PK മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. DYSP KB പ്രഭാഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K മുഹമ്മദ് ഹനീഫ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ, AK രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകൾ പിടികൂടിയ മണൽ IAY, EMS തുടങ്ങിയ ഭവന പദ്ധതികൾ വിതരണം ചെയ്യാൻ നടപടി കൈക്കൊള്ളണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യത്തിലേക്ക്. ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. ഭരണസമിതിയുടെ പ്രവർത്തന മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡെന്ന് പ്രസിഡന്റ് KM സുഗുണകുമാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-നാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നടക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി നിർവഹിക്കുന്നതോടൊപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും നിർവഹിക്കും. MP രാജേഷ് MP ചടങ്ങിൽ പങ്കെടുക്കും. N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനായ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ നിർവഹിക്കും. അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി അവരുകളാണ് നിർവഹിക്കുന്നത്. സാന്നിധ്യം MPയും ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട മണ്ണാർക്കാടിന്റെ MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ അവരുകളാണ്. ഈ പരിപാടിയുടെ ധന്യതയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ ക്ഷണിക്കുകയാണ്. ഒറ്റപ്പാലം കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച SFIയുടെ സമരത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. 2 SFI പ്രവർത്തകരും ഒരു ABVP പ്രവർത്തകനുമായ വിദ്യാർത്ഥികളാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. +2 വിദ്യാർത്ഥി രാഹുൽ, 10ാം ക്ലാസ് വിദ്യാർത്ഥി വിജീഷ്, അനുശങ്കർ എന്നിവരാണ് ആശുപത്രിയിലുള്ളത്. സമരാനുകൂലികൾ സ്കൂൾ വിടണമെന്നാവശ്യപ്പെട്ടെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സംഭവത്തോടനുബന്ധിച്ച് വീട് കയറി ആക്രമിച്ചെന്ന പരാതിയിൽ കടമ്പൂർ സ്വദേശികളായ ശാരദ, മകൻ നിതീഷ് എന്നിവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ BJP പ്രവർത്തകർ ആക്രമിച്ചെന്ന പരാതിയിൽ കടമ്പൂർ രാജേഷ്, സുരേഷ് എന്നിവരും ചികിത്സയിലാണ്. DYFI പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. അരിയൂർ സൗഹൃദം വായനശാലയുടെയും സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ദശവാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. ശനിയാഴ്ച വേങ്ങ IAP സ്കൂളിലാണ് സമ്മേളനം നടന്നത്. മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി PN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുറെ ആളുകളും പല്ലുമുറിയെ തിന്നാൻ കുറെ ആളുകളും ആയിട്ട് തന്നെയാണ് സമൂഹം നിലനിൽക്കുന്നത്. എങ്കിലും
നമ്മുടെ സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കുറേയൊക്കെ കാണുന്നുണ്ട്. ചില വളരെ അപലപിക്കപ്പെടേണ്ട നെഗറ്റീവായിട്ടുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് മാതൃഭൂമി പത്രത്തിന്റെ കേട്ടതും കണ്ടതും പങ്ക്തിയിൽ സന്ധ്യ IPS എഴുതിയ വരികൾ വായിച്ചവർക്കറിയാം. വായനശാല വൈസ് പ്രസിഡന്റ് CP ഹംസ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ KPS പൈനടം, M അസീസ്, AV ഭാസ്കരൻ, അരിയൂർ രാമകൃഷ്ണൻ, KR മാളവിക തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രമായ മംഗലാംകുന്ന് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ചയാണ് ധ്വജപ്രതിഷ്ഠ നടക്കുന്നത്. ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. വൈകിട്ട് നടന്ന ആചാര്യമരണത്തോടുകൂടിയാണ് 7 ദിവസങ്ങളായി നടക്കുന്ന ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈക്കാട്ടുമനയ്ക്കൽ വികാസ് നമ്പൂതിരിപ്പാടാണ് 7 ദിവസങ്ങളായി നടക്കുന്ന താന്ത്രിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. മുളയിടൽ, പ്രാസാദ ശുദ്ധി, അസ്ത്രകലശ പൂജ തുടങ്ങിയ താന്ത്രിക ചടങ്ങുകളും നടന്നു. ധ്വജപ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ ക്ഷേത്രത്തിലെ ഗണപതി പ്രതിഷ്ഠയും നടക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഗണപതി വിഗ്രഹം ഈശ്വരമംഗലം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്രയായി തിരുവാഴിയുടെ മന്നത്ത് ഗണപതി ക്ഷേത്രത്തിലെയും മംഗലാംകുന്ന് ഗണപതി ക്ഷേത്രത്തിലെയും സ്വീകരണത്തിനു ശേഷം വൈകിട്ട് 6:30 കൂടിയാണ് പരിയാനംപറ്റ ക്ഷേത്രത്തിലെത്തുന്നത്. തുടർന്നുള്ള 5 ദിവസങ്ങളിലെ താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠയും നടത്തും. കുളക്കാട് മാരിയമ്മൻ കോവിലിൽ ഈ വർഷത്തെ പൂജാ മഹോത്സവത്തിന് തുടക്കമായി. സുവാസിത്യാർച്ചന, സത്യകുംഭം എഴുന്നള്ളിപ്പ്, ഡബിൾ തായമ്പക തുടങ്ങിയ പരിപാടികൾ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ജനുവരി 21-ന് പരിപാടികൾ സമാപിക്കും. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ ജനുവരി 13-ന് തുടങ്ങും. പരിപാടികളെപ്പറ്റി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ജനുവരി 13 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെയാണ് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. 13-ന് രാത്രി 8-ന് കൊടിയേറ്റുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് ഉത്സവം കൊണ്ടാടുന്നതെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15-ന് സിനിമാ താരം ബിന്ദുജ മേനോന്റെ ശാസ്ത്രീയ നൃത്തം, 16-ന് കലാരത്നം ജയവിജയ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി എന്നിവ ഇത്തവണത്തെ പ്രധാന പരിപാടികളാണ്. ജനുവരി 15-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ശ്രീമതി ബിന്ദുജ മേനോൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്ത പരിപാടികളുണ്ട്. കൂടാതെ 16-ാം തീയതി 3-ാം ഉത്സവ ദിവസം സുപ്രസിദ്ധ ഗായകൻ ശ്രീ രാഗരത്നം KG ജയൻ ജയവിജയ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവുമുണ്ട്. 21-ന് ആറാട്ടോടുകൂടി ഉത്സവത്തിന് കൊടിയിറങ്ങും. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ VK മുരളീധരൻ, K വാസുദേവൻ, V മനോജ്, മുരളി പെരുമുടിയൂർ, K കൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിർത്തിയിൽ 2 ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ നടപടിയിൽ നാഷണൽ എക്സ് സർവീസ്മാൻ കോഓർഡിനേഷൻ കമ്മിറ്റി ചെർപ്പുളശ്ശേരി യൂണിറ്റ് പ്രതിഷേധിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് മാട്ടര മുഹമ്മദ്, സെക്രട്ടറി രാജഗോപാലൻ VV, PK വാസുദേവൻ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ഗുപ്ത സേവന സമാജം കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ആംബുലൻസ് കം ഫ്രീസർ യൂണിറ്റിന്റെ ആദ്യ സംഭാവന ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. ചടങ്ങ് ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാൻഡ് സർക്കസ് പട്ടാമ്പിയിൽ പ്രദർശനം തുടങ്ങി. CP മുഹമ്മദ് MLA ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപത്തെ മൈതാനിയിലാണ് ഗ്രാൻഡ് സർക്കസ് പ്രദർശനം തുടങ്ങിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മണികണ്ഠൻ ഭദ്രദീപം തെളിയിച്ചു. സർക്കസിന്റെ പരമ്പരാഗത ശൈലി നിലനിർത്തി ആധുനിക സാങ്കേതിക വിദ്യയുമായി കൂട്ടിയിണക്കിയുള്ള മണിപ്പൂരി കലാകാരന്മാരുടെ പ്രകടനമാണ് സർക്കസിന്റെ പ്രധാന ആകർഷണം. മോട്ടോർ ബൈക്ക് അഭ്യാസ പ്രകടനം, സാരി ബാലൻസിംഗ്, ഫയർ ഡാൻസ് എന്നിവയും ആന, കുതിര, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളുടെ ഷോയും 2 മണിക്കൂർ നീളുന്ന പ്രദർശനത്തിലുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കും 4 മണിക്കും വൈകിട്ട് 7 മണിക്കുമാണ് പ്രദർശനം. 100 രൂപ, 60 രൂപ, 40 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക സമരത്തിന്റെ ആശങ്കയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം തിങ്കളാഴ്ച മുതൽ മലപ്പുറത്ത്. വിട്ടുനിൽക്കുന്ന സംഘടനകൾക്ക് പകരം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ബദൽ സംവിധാനം ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നും വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. 150-ാം ജന്മദിനാഘോഷവേളയിൽ രാജ്യം വിവേകാനന്ദ സ്മരണയിൽ.
കുലുക്കല്ലൂരും ചെർപ്പളശ്ശേരിയിലും ശ്രീസുഹൃത്തും മണ്ണാർക്കാടും ശോഭായാത്രകൾ നടന്നു. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭൂസമരം രണ്ടാം ദിനത്തിലും കുടിൽകെട്ടി സമരം തുടരുന്നു. CPM അമ്പലപ്പാറയിൽ സമരം നടത്തുന്ന ഭൂമി സർക്കാർ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ ഇടതു സംഘടനകൾ നടത്തുന്ന സമരം കാടത്തപരമെന്ന് മുൻ MP VS വിജയരാഘവൻ. ഒരു മതത്തിനും എതിരായിട്ടല്ല ഹിന്ദു ഐക്യം എന്ന മുദ്രാവാക്യമുയർത്തുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.